ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടല്ല, വേറൊരു ചാനലിന് ഇൻ്റർവ്യൂ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനും സനയും പിന്നെ ഷാഹിദിക്കയും പിന്നെ ആ ചാനലിൻ്റെ ആങ്കറും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നത്. മുനമ്പത്താണ് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞേക്കുന്നത്. എന്നെ എന്തോ പരിപാടിയിലൊരു ടീ ബ്രേക്ക് ടൈമിൽ എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം. പെട്ടെന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ക്വാളിറ്റിയിൽ ചെയ്യണം. അതുകൊണ്ട് ലൈറ്റും എക്സ്ട്രാ ക്യാമറയൊക്കെ വേണം. അതുകൊണ്ടാണ് ഷാഹിദിക്കനെ വിളിച്ചത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഷാഹിദിക്ക വരും. അപ്പോൾ ഷാഹിദിക്കയുടെ കാറിലാണ് പോകുന്നത്. ഷാഹിദിക്ക വന്നിട്ട് പിന്നെ സനനെ പിക്ക് ചെയ്യണം, പിന്നെ ആങ്കറിനെ പിക്ക് ചെയ്യണം. അതായിട്ട് നമുക്ക് നേരെ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ ഉള്ളത് മുനമ്പം ജനതയുടെ വഖഫ് അധിനിവേശ വിരുദ്ധ 2ാം ഭൂസമരത്തിൻ്റെ 500ാം ദിവസത്തിൻ്റെ പരിപാടിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത്. ഇവിടെ എത്രയും ജനങ്ങൾ കൂടിയിട്ടുണ്ട്. വരുമാനമാർഗമല്ലല്ലോ. മൈനോറിറ്റി മോർച്ചയുടെ ചീഫിൻ്റെ വീട്ടിൽ വന്നതാണ്. നമ്മൾ ഇവിടെയാണ് ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല രസമുണ്ട്. പുള്ളിയുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണിത്. ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കാം. And nobody can just take away land, and nobody can snatch away land.
without having to prove that they own that land first. And the Waqf, before the Waqf Act was amended, had unilateral powers, which was ultra vires the constitution, where they could just walk in, point at a piece of land and say that belongs to me, and it was up to the So one more thing, we know BJP's victory in Capital Corporation is a very significant achievement. It was not an easy thing. It was not a small thing. So do you think that the voting pattern will remain reflected in the assembly contract as the same or? ഗായ്സ്, അപ്പോൾ നമ്മൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് വിചാരിച്ച പോലെ എടുക്കാൻ പറ്റിയില്ല. 3 ക്യാമറയും ലൈറ്റും ഒക്കെ ആയിട്ട് പോയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാണ്. ഒരു പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഇൻ്റർവ്യൂ എടുക്കണമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ വഖഫ് ബോർഡിൻ്റെ പരിപാടി തുടങ്ങാൻ ലേറ്റായി. സ്വാഭാവികമായിട്ട് നമുക്ക് 20 മിനിറ്റാണ് തന്നിട്ടുണ്ടായിരുന്നത്. സോ 20 മിനിറ്റ് എന്നുള്ളത് വെട്ടിക്കുറഞ്ഞ് ഒരു 5 മിനിറ്റിൽ ജസ്റ്റ് നിന്ന് ബൈറ്റൊക്കെ എടുക്കുന്ന പോലെ ഒരു ഇൻ്റർവ്യൂ എടുക്കേണ്ടി വന്നു. എങ്കിലും പുള്ളി തന്നല്ലോ എന്നുള്ള ഓർക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞത് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. ഈ ഒരു ക്ലൈമറ്റിൻ്റെ പനി പിടിച്ചിട്ടേ ഒരാഴ്ചയായി. അപ്പോൾ എന്തായാലും പുള്ളിയുടെ അപ്പോൾ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, അതും പറ്റിയില്ല. പിന്നെ ഇപ്പം എന്തായാലും ഇപ്പോൾ ഇലക്ഷൻ വരാറുണ്ട്, എന്തായാലും സ്വാഭാവികമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഫോട്ടോയും നല്ലൊരു ഇൻ്റർവ്യൂ ഒക്കെ. അതേപോലെ തന്നെ നമ്മൾ വേറെയും കുറച്ച് പൊളിറ്റിക്കൽ ആളുകളുടെ ഇൻ്റർവ്യൂ ഒക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ചാനലിന് വേണ്ടി എടുത്തു കൊടുക്കാൻ വേണ്ടി പോയതാണ്. ചിലപ്പോൾ നമ്മുടെ ചാനലിലും അതേപോലെ പൊളിറ്റിക്കൽ ബേസ്ഡ് ഇൻ്റർവ്യൂസൊക്കെ ഇനി എടുക്കണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.